हम आपसे फिर से दिल्ली के लोगों की तरफ से हाथ जोड़ के अपील कर रहे हैं कि सर तुरंत कोई कठोर और सार्थक कदम नहीं उठाया गया तो शायद दिल्ली के अंदर कोई बहुत बड़ी त्रासदी हो सकती है। मैं आपसे मार्गदर्शन चाहता हूं सर कुछ ही राज्य हैं जहां से मैक्सिमम दिल्ली की ऑक्सीजन आती है और जहां सबसे ज़्यादा दिक्कत आ रही है और जहां सबसे ज़्यादा हमारे ऑक्सीजन के ट्रक रोके जा रहे हैं। मेरी आपसे विनती है, अगर आप उन राज्यों के मुख्यमंत्री को एक बार बोल दें, फ़ोन कर दें कि हमारे ऑक्सीजन के ट्रक ना रोकें तो दिल्ली के लोगों को ऑक्सीजन मिल जाएगी। आपका एक फ़ोन ही बहुत है सर उनको। दिल्ली मुख्യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതാണ് നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് കണ്ടത്. ഓക്സിജൻ ക്ഷാമം ആ സംസ്ഥാനത്ത് അതിരൂക്ഷമാണ്. സകല കണക്കുകളും തെറ്റിച്ച് രാജ്യത്ത് കോവിഡ് പടർന്നു പിടിക്കുന്നു. വ്യാപനത്തിന് തീവ്രത വെളിവാക്കുന്നു തലസ്ഥാനത്തെ ദൃശ്യങ്ങൾ. ഡൽഹിയുടെ ശ്മശാന ഭൂമികളിൽ നിലയ്ക്കാതെ ചിതകൾ എരിയുകയാണ്. ലോകത്തേറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ന് പകുതിക്കടുത്ത് കേസുകളും ഇന്ത്യയിൽ. ഓക്സിജൻ ക്ഷാമം പല സംസ്ഥാനങ്ങളെയും ആശങ്കയുടെ മുൾമുനയിൽ എത്തിച്ചു. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വാക്സിനേഷൻ പോളിസിയെ എതിർത്തും സംസ്ഥാനങ്ങൾ രംഗത്തെത്തി. സംസ്ഥാനത്തും കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണ്. 30,000-നടുത്ത് കേസുകൾ വരാൻ അധിക ദിവസം വേണ്ട. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണമാണ്. പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. മഹാമാരിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു നമ്മൾ. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, നാഷണൽ കൺവീനർ പബ്ലിക് ഹെൽത്ത് റിസോഴ്സ് നെറ്റ്വർക്കിൻ്റെ നാഷണൽ കൺവീനറായ ശ്രീ VR രാമൻ, ഡോക്ടർ സുരേഷ് കുമാർ IMAയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം മുൻ സെക്രട്ടറിയാണ് IMAയുടെ. ഡോക്ടർ പ്രവീൺ പ്രദീപ്, എയിംസിലെ ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. ആദ്യം ഡോക്ടർ പ്രവീണ്, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പം മുമ്പ്, കുറേ സമയം മുമ്പ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച വാക്കുകൾ ആണ് നമ്മൾ കേട്ടത്. അത്രത്തോളം ഗുരുതരമാണ് ഡൽഹിയിലെ സ്ഥിതിഗതികൾ എന്ന് മനസ്സിലാകുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടോ അവിടെ? ഈ 2 ദിവസമായി നടന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഇടപെടലുകളിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പുരോഗതിയുണ്ടോ ഡൽഹിയിലെ സാഹചര്യങ്ങളിൽ? ഡൽഹിയുടെ സാഹചര്യം ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 1.5 ലക്ഷത്തിലധികം കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ 100 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ 10 കേസുകൾക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വരുന്നു എന്ന് പറഞ്ഞ സാഹചര്യം, അതിൽ 5ഓളം കേസുകൾ ICU ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നിലവിലിരിക്കുന്ന ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് താങ്ങാവുന്നതിലധികം കേസുകളും ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അവർക്ക് ഈ ഓക്സിജൻ പോലെയുള്ള സപ്പോർട്ട് ആവശ്യമായി വന്നിരിക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഈ പാൻഡമിക് തുടങ്ങുമ്പോൾ എന്താണോ നമ്മൾ വളരെ ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പ്രതീക്ഷിച്ചത്, ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമ്മൾ കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രതിസന്ധി, ഡോക്ടർ പ്രവീൺ, ഒരുപാട് കാരണങ്ങൾ ഈ പ്രതിസന്ധിക്ക് സാഹചര്യം ഒരുക്കിയെന്ന് പറയുന്നുണ്ട്. നേരത്തെ 2ാം തരംഗത്തെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലാതെ ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയുള്ള പ്രവർത്തികൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി എന്ന രീതിയിലാണ് വിമർശനം ഉയരുന്നത്. താങ്കൾ മനസ്സിലാക്കുന്നത് ഈ തരത്തിൽ ഡൽഹിയെ ഗുരുതരമായ ഈ പ്രാണവായു കിട്ടാതെ ജനം മരിക്കുന്ന തരത്തിലേക്ക്, ഇത്ര ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പ്രധാന കാരണങ്ങളായി ഈ മേഖലയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താങ്കൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ്? ഇതിനകത്ത് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഇത്തരത്തിലൊരു 2ാം വരവ് ഡൽഹിയിൽ ഇത്ര മാത്രം തീവ്രതയിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിൽ നടത്തിയ സീറോ പ്രിവലൻസ് സ്റ്റഡിയുടെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ചില പോക്കറ്റുകൾ 60% വരെ, അല്ലെങ്കിൽ മൊത്തത്തിൽ 50%-ലധികം ആൾക്കാർക്ക് ഈ കോവിഡിന്റെ ഫസ്റ്റ് വേവ് വന്നു പോയതായിട്ട് നമുക്ക് തെളിവുണ്ട്. അതായത് ആന്റിബോഡികൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാരിൽ. അപ്പൊ അത്രയും വന്നു പോയ ഒരു സ്ഥലത്ത് വീണ്ടും കേസുകൾ വരികയാണ്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചത്തെ കേസുകൾ നമ്മൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തം പോപ്പുലേഷന്റെ 10%-എങ്കിലും ബാധിച്ചിട്ടുണ്ടാവും. കാരണം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കേസുകൾ 18,000 കേസുകളൊക്കെ പറയുമ്പോൾ ഒരു 10% കേസായിരിക്കും അഡ്മിറ്റ് ആവുക. അപ്പൊ അതിനെ ഒരു 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്ന നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡൽഹിയുടെ മൊത്തം പോപ്പുലേഷന്റെ ഒരു 8 മുതൽ 10% വരെ ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ബാധിച്ചിരിക്കുകയാണ്. അപ്പോ ഈ ഫസ്റ്റ് വേവ് വന്നപ്പോൾ 7 മാസങ്ങൾ എടുത്തൊരു സംഭവം വെറും 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ അതിന്റെ ഒരു
4ൽ 1 എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എന്താണ് അതിന് കാരണം എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളിപ്പോ പുതിയൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ട്, പുതിയ വേരിയന്റ് ആണ്, അതിന് കൂടുതൽ ട്രാൻസ്മിസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഒരു സാഹചര്യമായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ ഓക്സിജന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് ഓക്സിജൻ ഉറപ്പായിട്ടും കൂടുതൽ രോഗികൾ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്ക് അവർ കൂടുതൽ സിംറ്റമാറ്റിക് ആയിട്ട് ഡിസീസ് വരുമ്പോൾ ബ്രെത്ത്ലെസ്നെസ് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നമ്മുടെ ഈ ലിക്വിഡ് ഓക്സിജൻ, നമ്മുടെ ഈ മെഡിക്കൽ ഓക്സിജന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യത്തിലധികം ഓക്സിജൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ്. പക്ഷെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയിലാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗം ഇൻഡസ്ട്രിക്കും കുറച്ച് മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കും. ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളൊക്കെയാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റുകൾ തന്നെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ സ്റ്റേറ്റുകളിൽ തന്നെ ഓക്സിജൻ ആവശ്യമായി വരുന്നു. ഇപ്പൊ ഡൽഹി പോലൊരു സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഈ ഓക്സിജൻ കൊണ്ടുവന്നാലേ പറ്റും. അപ്പൊ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇവിടെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം. പിന്നെ ഡൽഹിയുടെ ഒരു പെക്യുലിയർ സാഹചര്യമുണ്ട്. അതായത് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ, കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ അത്ര ജനസംഖ്യ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത്രമാത്രം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ഹെൽത്ത് സിസ്റ്റമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഈ പറയുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ക്രൈസിസിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു മൾട്ടി ഫാക്ടറിലോട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്പർ ഓഫ് ഡെയിലി കേസ് ആണ്. ആ നമ്പർ ഓഫ് ഡെയിലി കേസസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാണ് 28,000 30,000 അടുത്ത് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഈ ക്രൈസിസ് തുടരും. നമ്മൾ എത്ര ഓക്സിജൻ സപ്ലൈ ചെയ്താലും നമ്പർ ഓഫ് കേസസ് താഴാത്തിടത്തോളം കാലം ഈ പ്രശ്നം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശ്രീത്ത്, കോവിഡിന്റെ 2ാം തരംഗം അത് ഒരു തരത്തിലും പിടിതരാത്ത വിധത്തിൽ വിചാരിച്ചതിനപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഡൽഹിയിലെ പല സ്വകാര്യ ആശുപത്രികളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഓക്സിജനായി കേഴുകയാണ്, പല അഭ്യർത്ഥനകളും നടത്തുന്ന പശ്ചാത്തലം. ഇത് പലതരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമുക്ക് ഈ വീഴ്ചയെക്കുറിച്ചും സംസാരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. പക്ഷേ എന്നാലും യാഥാർത്ഥ്യം അത് ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളിൽ ഒരു ദേശീയ നയത്തിൻ്റെ അഭാവമുണ്ട് എന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ അത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2ാം തരംഗം ഉണ്ടാകും എന്ന് വ്യക്തമായിട്ടും ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയ സാഹചര്യത്തെ സജിത്ത് എങ്ങനെയാണ് അളക്കുന്നത്? രഞ്ജിത്ത്, അത് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ഇത് കൃത്യമായിട്ട് ഇതിലുണ്ടായിരിക്കുന്ന പോരായ്മകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കേണ്ടതാണ്. അതൊരു ഫോൾട്ട് ഫൈൻഡിങ് എക്സസൈസ് ആയിട്ട് ആരും കാണാൻ പാടില്ല. കാരണം ഇത് മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, ജീവനുകളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലും അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാനങ്ങളായിക്കോട്ടെ, അത് തിരുത്തിക്കൊണ്ട് ഒരുമിച്ച് മുന്നേറുക എന്നുള്ളതാണ് അത്യാവശ്യം. അപ്പൊ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി കേന്ദ്ര സർക്കാരിന്റെ 2ാമത്തെ ഒരു വേവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഓക്സിജന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ ആശുപത്രികളിലേക്കുള്ള പല പല സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബോധം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് കഴിഞ്ഞ ദിവസം കോടതി പോലും നിരീക്ഷിച്ചു. എത്ര കണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കോടതി അതിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് കേന്ദ്ര ഹോം സെക്രട്ടറിയുടെ ഒരു സർക്കുലറാണ്. ആ സർക്കുലർ DO നമ്പർ 40/6/2020 DM1A PT2. ഇതാണ് ഈ ഡോക്യുമെന്റിന്റെ നമ്പർ. ഇത് 16 ഏപ്രിൽ 2021 ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരാഴ്ച മുൻപാണ് ഈ അക്യൂട്ട് ഷോർട്ടേജ് വന്നിരിക്കുന്നത്. ഒരു 4-5 ദിവസമായിട്ടാണ്. അപ്പോൾ ഒരാഴ്ച മുൻപ് ഇറക്കിയിരിക്കുന്ന അജയ് ഭല്ല IASന്റെ ഹോം സെക്രട്ടറിയുടെ ഒരു സർക്കുലറാണ്. ഈ സർക്കുലറിനകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിന്റെ 3ാമത്തെ പോയിന്റ്, ആസ് യു ആർ അവെയർ ഇസ് വിത്ത് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അപ്പൊ ഇതിന്റെ സൂചന, ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിനെ പറ്റി കൃത്യമായിട്ടും അവെയർ ആയിരുന്നു എന്നാണ്. അതിന്റെ അടുത്ത പാരഗ്രാഫിൽ, 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, കീപ്പിംഗ് ഇൻ വ്യൂ ദ റിക്വസിഷൻ ഓഫ് മെഡിക്കൽ ഓക്സിജൻ ആൻഡ് ടു എൻഷുർ ഇറ്റ് സ്മൂത്ത് സപ്ലൈസ് ടു കൺസേൺഡ് ഏജൻസീസ്, എംപവേർഡ് ഗ്രൂപ്പ് 2 which is mandated for coordinating medical logistics including oxygen has prepared a supply plan that is required to be followed by all states and union territories and concerned agencies. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന് പുറത്ത് ഒരു കൃത്യമായിട്ടുള്ള സപ്ലൈ പ്ലാൻ, ഓക്സിജൻ ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഒരു സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ എല്ലാം തന്നെ എല്ലാ സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും ഏജൻസികൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കത്ത് അയച്ചിരിക്കുന്നത്, കേന്ദ്ര ഹോം സെക്രട്ടറി അയച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്കാണ്. അതിൽ അടുത്ത പോയിന്റിൽ പറയുന്നു, ഇറ്റ് ഈസ് എംഫസൈസ്ഡ് ദാറ്റ് മെഡിക്കൽ ഓക്സിജൻ ഈസ് ആൻ എസെൻഷ്യൽ പബ്ലിക് ഹെൽത്ത് കമ്മോഡിറ്റി
and any impediment in the supplies of medical oxygen in the country may critically impact the management of patients suffering from COVID-19 disease in other parts of the country. അപ്പൊ ഇതിന്റെ എത്രത്തോളം അതിന്റെ മൂവ്മെന്റ് ഈ ഒരു കോവിഡ് പ്രതിരോധത്തിന് ക്രിട്ടിക്കലാണ് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ട് അവസാനം അതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറികളിലെയും ചീഫ് സെക്രട്ടറിമാരോട് പറഞ്ഞിരിക്കുന്നു. പല പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നോ സച്ച് റെസ്ട്രിക്ഷൻ ഈസ് ഇമ്പോസ്ഡ് ഓൺ മൂവ്മെന്റ് ഓഫ് മെഡിക്കൽ ഓക്സിജൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂട്ടീസ് and transport authorities shall be instructed to accordingly allow free inter-trade movement of oxygen carrying vehicles. ഏത് ഡേറ്റിലാണ് ഏത് ഡേറ്റ് ആണ് ഇത്? 16 ഏപ്രിൽ 16. പക്ഷെ അതിനുശേഷവും സംഭവിച്ച കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി. ഈ പറഞ്ഞ പോലെ പ്രതിസന്ധിയിലേക്ക് നമ്മളെ ആഴ്ത്തുന്ന രീതിയിലായി മാറിയല്ലോ. കേന്ദ്ര സർക്കാർ വീണ്ടും 21-നാണെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാർ വീണ്ടും ഇടപെടുകയും ആ തരത്തിൽ ഈ ട്രാൻസ്പോർട്ടേഷനാണ് പ്രധാന പ്രശ്നമായി പറയുന്നത്. ഈ ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാധനം എത്തിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. അതിൽ ഇടപെടുകയും ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും അത് പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ്. രഞ്ജിത്ത്, അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ ഹോം സെക്രട്ടറിയുടെ കത്ത് അയച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറികളിലെയും ചീഫ് സെക്രട്ടറിമാർക്കാണ്. അപ്പോൾ ഓരോ ചീഫ് സെക്രട്ടറിയും ഇവരെ പറഞ്ഞിരിക്കുന്ന സപ്ലൈ പ്ലാനിനോട് എത്രത്തോളം ഓരോ സംസ്ഥാനവും കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് കേരളത്തിന്റെ കാര്യം നോക്കൂ. പെസോയിലുള്ള ആൾക്കാരോട് സംസാരിച്ച് നോക്കൂ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 199 മെട്രിക് ടൺ പ്രതിദിനം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ടോട്ടൽ കപ്പാസിറ്റി 204 അതിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏകദേശം 80 മെട്രിക് ടൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് കൊടുക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഇവിടെ ചില ജില്ലാ കളക്ടർമാരുടെ ഓർഡർ വന്നിരിക്കുന്നത് നോക്കൂ. ഈ ചീഫ് സെക്രട്ടറി കേന്ദ്ര ഹോം സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഇത് അതാത് ജില്ലകളിലേക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് കേരളത്തിൽ പോലും ഓർഡറുകൾ വരുന്നു. അപ്പൊ ഇത് 16-ാം തീയതി ഏപ്രിലിൽ വന്നിരിക്കുന്ന ഹോം സെക്രട്ടറിയുടെ ഉത്തരവിന് വിരുദ്ധമായി 22-ാം തീയതി ഹോം സെക്രട്ടറി വീണ്ടും എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും അയച്ചിരിക്കുന്ന കത്തിൽ വീണ്ടും ആവർത്തിച്ച് രണ്ടാമത്തെ പോയിന്റായി പറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടിയുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷവും കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് പോലും വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓക്സിജൻ നമുക്ക് മാത്രം എന്ന രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നുവെങ്കിൽ അതാത് സ്റ്റേറ്റുകൾ അതിൽ കംപ്ലൈ ചെയ്യാൻ കാണിക്കുന്ന പ്രശ്നമാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സപ്ലൈ പ്ലാനിനെ പറ്റിയാണ്. അപ്പൊ ആ സപ്ലൈ പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് 1 മിനിറ്റ് സമയം കൂടി എടുത്തിട്ട് ഞാൻ പറയാം. ഇതിലൊരു കണക്കുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിദിന ഉപഭോഗം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7200 മെട്രിക് ടണ്ണാണ് ഓക്സിജന്റെ ആവശ്യം. അതിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ ഒരു 2500 മെട്രിക് ടണ്ണും ബാക്കി അതിപ്പോ കോവിഡ് കേസിനും നോൺ കോവിഡും എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കാം ഒരു 4700 ഉണ്ട്. ഒരാഴ്ച മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കനുസരിച്ച് ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ പ്രതിദിന ഉപഭോഗം എന്ന് പറയുന്നത് ഏതാണ്ട് 3600 മെട്രിക് ടണ്ണാണ്. ആ 3600 മെട്രിക് ടൺ ഉള്ള സമയത്ത് മെഡിക്കൽ ഓക്സിജൻ മാത്രമായിട്ട് നമുക്കിവിടെ പ്രൊഡക്ഷൻ 4700 ഉണ്ട്. അതായത് ഇതിന്റെ ഏതാണ്ട് ഒരു 25% കണ്ടു വർധന. കേരളത്തിൽ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന നോഡൽ ഓഫീസർ ഉള്ള കേരളത്തിൽ ഇതിന്റെ കണക്ക് നോക്കൂ. നമ്മുടെ കണക്കിലനുസരിച്ച് അവർ ഏപ്രിൽ 25-നേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നതിന്റെ 25%. അപ്പൊ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു റിസർവ് കേന്ദ്രത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഈ ഷോർട്ടേജ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കണക്കുകളിൽ പറയുന്നത് നമ്മുടെ പ്രതിദിന ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം 8000 മെട്രിക് ടണ്ണായിട്ട് മാറുന്നു. ഈ സമയത്ത് കേന്ദ്രം എടുത്തിരിക്കുന്നത് അതായത് ഒരു 4-5 ദിവസങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളെ ഒരു സർക്കാർ ഏത് രീതിയിലാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഒന്നാമതായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഓക്സിജൻ ഉപയോഗിക്കാൻ വ്യാവസായിക ഓക്സിജനെ പരിമിതപ്പെടുത്തുന്നു. അപ്പൊ ഇത് നമുക്ക് ആകെയുള്ള പ്രതിദിന 7200 മെട്രിക് ടൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിന് വേണ്ടിയിട്ട് കിട്ടുന്നു. 1. 2, നമുക്കൊരു 50,000 മെട്രിക് ടണ്ണിന്റെ റിസർവ് ഉണ്ട് ഓക്സിജൻ. ആ റിസർവ് ഉള്ള ഓക്സിജനെ നമുക്ക് 8000-ന്റെ ഗ്യാപ്പ് ആയിട്ടുള്ള 800 മെട്രിക് ടൺ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്താൽ 8000 എന്ന കണക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള വർധന വെച്ച് നോക്കിയാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തേക്കുള്ള റിസർവ് അവിടെ ഉണ്ട് എന്ന് കാണാം. അതിനടുത്തതായിട്ട് ആ റിസർവിനെ വീണ്ടും റിപ്ലനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വീണ്ടും ഒരു 50,000 അല്ലെങ്കിൽ 55,000 മെട്രിക് ടൺ ഓക്സിജൻ മെഡിക്കൽ ഓക്സിജൻ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അടുത്തതായിട്ട് ഇതിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കുള്ള ആഭ്യന്തര ഉൽപാദനത്തിനെ 20% വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ എന്താണ് വരുന്നത്? 7200 മെട്രിക് ടൺ എന്ന് പറയുന്നത് പ്രതിദിന ഉപഭോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത് 1400 മെട്രിക് ടൺ കൂടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസർവിനെ കൂടുതൽ കാലം വെക്കാൻ കഴിയും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലാണ്.
ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് ഇതിന്റെ ലോജിസ്റ്റിക്സ് ആണ്, ഇതിന്റെ മൂവ്മെന്റ് ആണ്, ഇത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ മൂവ്മെന്റിന്റെ കാര്യത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ ഈ നേരത്തെ പറഞ്ഞിരുന്ന ഹോം സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവരില്ലാത്ത രീതിയിലുള്ള നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കളക്ടർമാർ ഉൾപ്പെടെ അതാത് സ്ഥലങ്ങളിലുള്ള സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലിക്വിഡ് ഓക്സിജൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ട്രക്കിംഗ്, അതിൻ്റെതായിട്ടുള്ള വാഹനങ്ങൾ വേണം. ആ വാഹനങ്ങളുടെ ഷോർട്ടേജ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആർഗോൺ വാതകം അല്ലെങ്കിൽ നൈട്രജൻ വാതകം ഒക്കെ കൊണ്ടുപോകുന്ന ടാങ്കറുകളെ ഇതുമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനെ റെയിൽവേയുടെ സംവിധാനം ഉപയോഗിച്ച് പോലും ഓക്സിജൻ എക്സ്പ്രസ് എന്ന രീതിയിൽ ഇന്ത്യയിൽ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതികളുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് കേന്ദ്ര സർക്കാർ അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തിരിക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിട്ട് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഹരിയാനയിൽ, ഞാൻ കേരളത്തിലെ ഉദാഹരണം പറഞ്ഞു, ഒരു കളക്ടറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഹരിയാനയിൽ പോലും അവിടെ നിന്നുള്ള മൂവ്മെന്റ് ആ സംസ്ഥാനത്തിലേക്ക് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് ആ സംസ്ഥാനം തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളെ സംസ്ഥാനങ്ങൾ പാലിക്കുന്നില്ല. ആരോഗ്യം എന്ന് പറയുന്നത്, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സംസ്ഥാന വിഷയമാണ്. സംസ്ഥാനങ്ങൾ കൂടി കൂടുതൽ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ കാണിക്കണമെന്നുള്ളതാണ് നമുക്ക്. ഡോക്ടർ സുരേഷ് കുമാർ, ഇവിടെ ഡൽഹിയാണ് നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണമായി നിൽക്കുന്നത്. അവിടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെയും കോടതിയുടെയും ഒക്കെ, കോടതി പ്രത്യേകിച്ച് പറയുന്നത് ദേശീയ നയമുണ്ടോ എന്ന് ചോദിക്കുകയും ദില്ലി കോടതി ചോദിക്കുകയാണ് ഇവിടെ ജനം ജീവിച്ചിരിക്കുന്നത്, ജനത്തിന് ജീവനുള്ളത് ദൈവമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന രീതിയിലുള്ള പരാമർശം നടത്തുകയും ചെയ്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ആർക്കാണ് പിഴച്ചത് ശരിക്കും? നമുക്ക് ഈ 2ാം തരംഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ബോധ്യം സർക്കാരുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് ഈ തരത്തിലേക്ക് മാറില്ല എന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണോ ഈ പ്രധാനപ്പെട്ട പ്രാണവായു പോലും ഇല്ലാതെ ജനം നരകിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഈ കോവിഡിന്റെ പ്രിപ്പയർഡ്നെസ് പ്രധാനമാണ്. കോവിഡ് കാലം തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രിപ്പയർഡ്നെസിന്റെ ഭാഗം എന്ന് പറയുന്നത് വേണ്ടത്ര പേഷ്യൻസിന്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോവിഡിന്റെ 90% മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാറിപ്പോകുന്ന ഒരു രോഗമാണ്. 10% പേഷ്യൻസിന് ICU അഡ്മിഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷനോ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഇന്റൻസീവ് കെയർ വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇന്റൻസീവ് കെയർ ഉള്ള പേഷ്യൻസിനെ കാര്യമായി ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ മോർട്ടാലിറ്റി, നമ്മുടെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രിപ്പയർഡ്നെസ് നേരത്തെ പറയുന്നത്. അതായത് ഇത്രയും പേഷ്യൻസ്, ഇത്രയും നമ്പർ ഓഫ് വോളിയം ഓഫ് പേഷ്യൻസ് കൂടുതലാണെങ്കിൽ അനുസൃതമായിട്ടുള്ള ബെഡും ഓക്സിജനും ICU സെറ്റപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രിപ്പയർഡ്നെസ് എന്ന് വെച്ചാൽ ഇപ്പോ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഉണ്ടായിരുന്ന പ്രിപ്പയർഡ്നെസ്സിന് മതിയായ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പ്രിപ്പയർഡ്നെസ് അല്ല എന്ന് തന്നെ പറയും. കാരണം പല സംസ്ഥാനങ്ങളിലും അതെ, കാരണം ഈ നമ്മുടെ TPR റേറ്റ് കുറഞ്ഞു ഒരു 4% ഒക്കെ ആയി, 5% കുറയാണെങ്കിൽ നമ്മൾ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു സൂചനയാണ്. പക്ഷെ നമുക്കറിയാം ഏതൊരു പാൻഡമിക്കും എപ്പോഴും വേവ്സ് ആയിട്ട്, തരംഗങ്ങളായിട്ടാണ് അടിക്കുന്നത്. കഴിഞ്ഞ 100 കൊല്ലത്തിന് മുമ്പ് വന്ന H1N1 സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് തന്നെ തരംഗങ്ങളായിട്ട്, 2ാമത്തെ തരംഗത്തിലാണ് അത് കൂടുതൽ രൂക്ഷമാവുകയും മരണം വിതയ്ക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പോഴും നമ്മൾ താമസിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രിപ്പയർഡ്നെസ് വെക്കാൻ കഴിയും. കാരണം ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലെ ICU ബെഡ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലും 70% നിറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് ഇത്തരം കാര്യങ്ങള്, ഇപ്പൊ മഹാരാഷ്ട്രയോ ഒക്കെ അവിടെയാണെങ്കിൽ കുറെ മാസങ്ങളായിട്ട് തുടരുന്ന രൂക്ഷത ഇപ്പോ കൾമിനേറ്റ് ചെയ്യുകയും പീക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രിപ്പയർഡ്നെസ് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിലും നമുക്ക് ഇനിയും ഇത്തരത്തിൽ കാര്യങ്ങൾ, നമുക്ക് ഡൽഹിയും മഹാരാഷ്ട്രയും അല്ലെങ്കിൽ മധ്യപ്രദേശും ഒക്കെ ഛത്തീസ്ഗഡും ഒക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്, എക്സാമ്പിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇപ്പൊ എന്ത് നടക്കുന്നു അതായിരിക്കും നമ്മൾ കാര്യക്ഷമത കുറഞ്ഞിട്ടുള്ള പോക്ക് പോയാൽ ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്കതൊരു സർക്കാരുകളെ വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഡോക്ടർ, ഈ രോഗത്തിന്റെ തീവ്രതയോ രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണമോ ഒന്നുമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല. നമ്മൾ ഇത്തരം രോഗികൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ, ഈ ഓക്സിജൻ പോലെ, ഈ ബെഡുകൾ പോലെ, അപ്പം വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ഇപ്പോഴുണ്ടാകുന്ന ചില വിഷയങ്ങളൊക്കെ, അതൊക്കെ ഒഴിവാക്കാവുന്നതായിരുന്നില്ലേ നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം. അതെ, നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ അദ്ദേഹം ഇത് പഠിച്ചിട്ട് പറയുകയാണ്, അതിന്റെ ഓക്സിജൻ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സ് ആണ്
അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്താണ്, ഒരു നാഷണൽ കലാമിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, നമുക്ക് ഒരു വിമർശനാത്മകമായ ഒരു മോഡിലല്ല നമ്മൾ ചർച്ചയോ അല്ലെങ്കിൽ നയിക്കേണ്ടത്. നമുക്ക് എന്നാൽ അതേസമയം നമുക്ക് പ്രിപ്പയർനെസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പിന്നെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ മിണ്ടാതിരുന്നുകൂടാ. നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യണം, എങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അതാണ് സാഹചര്യം. ഡോക്ടർ പ്രവീൺ പ്രദീപ്, ഇവിടെ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഈ സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിൽ, പക്ഷേ കേരളത്തിലെ ഒരു കണക്കും ശ്രീജിത്ത് പറയുകയുണ്ടായി. അതായത് നമുക്ക് 73 മെട്രിക് ടൺ വേണ്ട സ്ഥാനത്ത് അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം ഉൽപ്പാദനമുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. ഈ PM കെയർ ഫണ്ടൊക്കെ വഴി കൂടുതൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കണം നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. പല സംസ്ഥാനങ്ങളും അത് പ്രാവർത്തികമാക്കിയില്ല. ഡൽഹി പോലെ ആദ്യ തരംഗത്തിൽ തന്നെ ശക്തമായ രീതിയിൽ ഒരു വ്യാപനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ, ഇന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവിടുത്തെ മുഖ്യമന്ത്രി തൊഴുതു പിടിച്ച് കരഞ്ഞ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് പൂർണ്ണമായും ആ തരത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്നു എന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും വന്നു. അത്തരത്തിൽ മാധ്യമങ്ങളോട് പറയരുതെന്ന രീതിയിൽ അതൊരു മറ്റൊരു തർക്കമായി മാറുകയും ചെയ്ത പശ്ചാത്തലമൊക്കെയുണ്ട്. ഇതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഈ സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ആ തരത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു എന്നുള്ള പൊതു അഭിപ്രായം അവിടെ ഉണ്ടോ? പൊതുവെ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആൾക്കാർക്കും ഈ സംഭവത്തിനെ കുറിച്ച് പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ കേരളത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം വളരെ പ്രൊയാക്റ്റീവ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഇത്തരത്തിലൊരു ഓക്സിജൻ ഡിമാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ KMMലുമായിട്ട് ബന്ധപ്പെട്ട പ്ലാന്റ് സ്ഥാപിച്ചുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാലും ശരി, ഒക്കെ തന്നെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പറയുന്ന ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഇനോക്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പ്ലാന്റ് നമുക്ക് ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പൊ അവിടെ ഈ പാൻഡമിക് തുടങ്ങിയതിനു ശേഷം തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ സപ്ലൈ കുറച്ചതിന് ശേഷം കൂടുതലും മെഡിക്കൽ സപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇത്തരത്തിൽ ഓക്സിജൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മിക്കവാറും ഹോസ്പിറ്റലുകൾക്ക് നമുക്കുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തെ, കാരണം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ നമ്പർ വളരെ കുറവാണ്, പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലെ ഒരു പീക്കിന് ശേഷം പിന്നീട് ഡിസംബർ കഴിഞ്ഞു, ആ ഒരു ജനുവരി മാസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 200 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു, 1-2 മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പൊതുവെ മൊത്തത്തിൽ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റവും ഇവിടുത്തെ സർക്കാരുകളും എല്ലാവരും തന്നെ ജനങ്ങളൊക്കെ തന്നെ കരുതിയിരുന്നത് നമ്മൾ കോവിഡിനെ തോൽപ്പിച്ചു, നമുക്കിനി ഒരു കോവിഡിന്റെ ഒരു 2ാം വേവ് ഉണ്ടാകത്തില്ല. പിന്നെ സീറോ പ്രിവലൻസിന്റെ റിപ്പോർട്ടുകൾ വരുന്നു, 60% ആൾക്കാർക്ക് ഇവിടെ കോവിഡ് ആയി കഴിഞ്ഞു, വാക്സിൻ വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ തെറ്റിദ്ധാരണകളിൽ ഇവിടെ മുകളിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസ് വരുമ്പോഴാണ് ഒരു സ്ഥലത്തെ ഹെൽത്ത് സിസ്റ്റത്തിനെയും അവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തെയൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടുത്തെ കെയർ ഇപ്പം പ്രധാനപ്പെട്ട വലിയ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽ ഉള്ളപ്പോൾ തന്നെ ഇവിടെ പല പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലുകളാണ് ഇവിടെ മിക്കവാറുള്ള കെയർ കൊടുക്കുന്നത്. അപ്പം അത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ പുറത്ത് അവരുടെ ഓക്സിജൻ സപ്ലൈയുടെ പുറത്ത് ഇവിടുത്തെ സർക്കാരിന്റെ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു പ്രൈവറ്റ് സംവിധാനത്തോട് കൂടുതൽ. ഇപ്പം നമുക്കറിയാം, റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല ഹോസ്പിറ്റലുകളും ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകൾക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സർക്കാരിന് അത്രമാത്രം ഇടപെടാൻ പറ്റുന്നതിനെ കുറിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ച് സർക്കാരുകൾക്ക് പോലും, ഇപ്പൊ സംസ്ഥാന സർക്കാരുകൾക്ക്, കേന്ദ്ര സർക്കാർ പോലും ഒരു വ്യക്തമായ ധാരണയില്ല. ഉദാഹരണമായി ക്രിട്ടിക്കൽ കെയർ കപ്പാസിറ്റി എത്രയുണ്ട്, ഹോസ്പിറ്റൽ ഇൻടേക്ക് എത്രയുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പൊതു കണക്ക് താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ മാത്രം വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ദേശീയ നയം എന്ന സുപ്രീം കോടതി പറഞ്ഞ വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നു, അല്ലേ പ്രവീൺ? വളരെ കൃത്യമായിട്ടും, അതായത് നമുക്ക് വേണ്ടത്, നമുക്ക് കൃത്യമായി ഇപ്പൊ നമ്മൾ ഓക്സിജൻ സപ്ലൈ കുറിച്ച് പറയാം, നമുക്ക് വേണ്ടത് അതിശക്തമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ സംവിധാനമാണ്. നമ്മൾ നോക്കൂ, ഇതിന്റെ റൂട്ട് കോസ് എന്താണ്?
ഇതിന്റെ റൂട്ട് കോസ് ഓക്സിജൻ സപ്ലൈയുടെ പ്രശ്നമല്ല. നമുക്കിപ്പം ഓക്സിജൻ ഇത്രയും മതി. അതായത് ഇവിടെ ഇപ്പം ഇന്നത്തെ ദിവസം 25,000 പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്യുന്നു, അതിനകത്ത് 2,000 പേര് അഡ്മിറ്റ് ആവുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഓക്സിജൻ സപ്ലൈ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നാളെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകും. ഓക്സിജൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കേണ്ടത്. ഈ നമ്പർ ഓഫ് കേസസ് എങ്ങനെ കൂടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ബേസിക്സിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ ടെസ്റ്റിംഗ് നമ്മൾ നടക്കുന്നു നമുക്ക് ആലോചിക്കുക. ടെസ്റ്റിംഗ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംഭവം നടക്കുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കുക. RT-PCR റിസൾട്ടുകൾ വരുന്നത് 3-4 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. കാരണം അത്രയും കേസുകൾ നമ്മുടെ ടെസ്റ്റിംഗ് കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്പർ ഓഫ് കേസുകൾ കുറയ്ക്കുന്നതിന്, ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് കേസുകൾ കുറച്ചെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരമുള്ളൂ. ഓക്സിജൻ നമുക്ക് എവിടെ നിന്നെങ്കിലും കൊണ്ടുകൊടുക്കാം. ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള സപ്ലൈ ചെയിനുകൾ കറക്റ്റ് ആക്കിയോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തോ, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തോ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് ചിലപ്പോൾ ഓക്സിജൻ കുറച്ച് ദിവസം കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്പർ ഓഫ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ കുറച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഹെൽത്ത് സിസ്റ്റത്തിന്റെ പുറത്ത് ഈ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന്റെ എണ്ണം കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവം. ശ്രീത്ത്, ഈ വാക്സിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടുത്ത ദിവസം വരുത്തിയ മാറ്റം, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 400 രൂപയ്ക്ക് വാക്സിൻ വാങ്ങേണ്ടി വന്നാൽ, സംസ്ഥാനം പകുതി വാക്സിൻ വാങ്ങേണ്ടി വന്നാൽ അത് ഏതാണ്ട് 1300 കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാരിന് വരുത്തുമെന്നാണ്. അത് ഈ സമയത്ത് അത് സർക്കാരിന് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത് അത്തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യവുമല്ല. CPM ഈ വിഷയത്തിൽ പ്രതിഷേധം 28-ാം തീയതി പ്രതിഷേധം നടത്തുകയാണ്. കോൺഗ്രസും ഇതിന് രംഗത്ത് വന്ന സാഹചര്യമൊക്കെയുണ്ട്. ഇങ്ങനൊരു മഹാമാരിയുടെ ഘട്ടത്തിൽ അങ്ങനെ ഒരു കടുപിടുത്തം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശരിയാണോ? അത് സംസ്ഥാനങ്ങൾ ഏത് തരത്തിൽ ബാധിക്കാനാണ് സാധ്യത? രഞ്ജിത്ത്, അത് പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ഷോറപ്പ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തന്നെ ആയിരിക്കണം ഇത്തരം കാര്യത്തിൽ എന്നുള്ള ഒരു അഭിപ്രായം ഉള്ളയാളല്ല ഞാൻ. അത് ഒരുപക്ഷെ പല സംസ്ഥാനങ്ങൾക്കും ആ വ്യൂ തന്നെ ഇല്ല. അത് BJP ഇതര സംസ്ഥാനങ്ങളിൽ പോലും പലരും ഇത്തരത്തിൽ 18 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് വാക്സിനുകൾ ലഭ്യമാക്കുന്നു, അത് പൊതുവിപണിയിൽ ലഭ്യമാക്കുന്നു, സ്വകാര്യ ആശുപത്രികളിൽ വഴി വിതരണം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ വളരെ സ്വാഗതാർഹമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. മുൻപ് ധനകാര്യ കാര്യങ്ങളെല്ലാം അദ്ദേഹമാണല്ലോ തീരുമാനിക്കേണ്ടത്. ധനമന്ത്രിയായ ശ്രീ തോമസ് ഐസക് പല മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ വാക്സിൻ ലഭ്യമാണ് എങ്കിൽ ഞങ്ങളത് പണം കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് എന്നാണ്. അതിനു വേണ്ടിയിട്ട് എത്ര പണമാണ് മുടക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതിന് സമാനമായ തുക, ഇപ്പോൾ ഈ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 1400 കോടിക്ക് അടുത്തുള്ള തുക, ആ തുകയാണ് ആവശ്യമെങ്കിൽ അത് കൊടുത്തിട്ട് വാങ്ങാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും യാതൊരു വിധത്തിൽ കേന്ദ്രവുമായിട്ട് യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകളും നടത്താതെ കേരളത്തിൽ ഇത് സൗജന്യമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സമാനമായിട്ട് സൗജന്യമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനം. അവരൊക്കെ തന്നെ ഈ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുമെന്നും അത് പൊതുവിപണി വഴി ലഭ്യമാക്കുമെന്നും സ്വകാര്യ ആശുപത്രികളിൽ വഴി ലഭ്യമാക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് അവരെല്ലാവരും സംസ്ഥാനം അതിന്റെ കോസ്റ്റ് ബെയർ ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള ബർഡൻ ഉള്ളത്. സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്, മോശം അവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനുമുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരിക്കുന്ന ഒരു മുൻഗണനാ ക്രമമുണ്ട്. ആ മുൻഗണനാ ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞിരുന്നത് തന്നെ, ഇപ്പോ നമുക്ക് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ആദ്യം ഉണ്ടായിരുന്ന ഡീല് തന്നെ 110 മില്യൺ ഡോസുകൾ, അതായത് 5 കോടി ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യാനുള്ള 10 കോടി ഡോസുകൾ ഒരു ഡോസിന് 150 രൂപയ്ക്ക് വാങ്ങും എന്ന രീതിയിലായിരുന്നു അവരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ്. അത് അഡാർ പൂനാവാല തന്നെ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് റോയൽറ്റി, ആസ്ട്രാസെനക്കൊക്കെ റോയൽറ്റി കൊടുക്കുന്നതിന് പോലും അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും റേറ്റ് കൂടുതലായിട്ട് കൊടുക്കണം. തന്നെയുമല്ല കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അവർക്ക് കൂടുതലായിട്ടുള്ള R&Dക്ക് വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും അത് ഉയർന്ന നിരക്കിൽ കൊടുത്തേ മതിയാകൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, 150 രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു, 400 രൂപയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു, 600 രൂപയ്ക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള ഒരു വിവേചനം, 3 തരത്തിലുള്ള പ്രൈസിംഗ് കൊടുത്തിട്ടുള്ള ഒരു വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡാർ പൂനാവാല തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിലുള്ള 110 മില്യൺ ഓർഡറുകൾ സർക്കാരിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓർഡറുകൾക്ക് തീർച്ചയായും ഇതേ പ്രൈസിൽ തന്നെ കേന്ദ്രത്തിനും കൊടുക്കുമെന്നാണ്. അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരു ഡോസിന് 400 രൂപ വെച്ച് ഒരാളെ വാക്സിനേറ്റ് ചെയ്യാൻ 800 രൂപ എന്ന നിരക്കിൽ തന്നെ ചാർജ് ചെയ്യും എന്നവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സ്വകാര്യ ആശുപത്രികളിൽ അത് 200 രൂപ കൂട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരും തന്നെ അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, മറ്റ് സംസ്ഥാനങ്ങൾ ഇത് സൗജന്യമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ അവരുടെ ഫൈനാൻസസ് നോക്കിയതിനു ശേഷം അവരതിനുമായി ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്ഥാനം പിന്നീട്
മുന്നോട്ട് പോവുകയും ഇതിന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും സഹായിക്കണം, അതല്ല എങ്കിൽ നിങ്ങൾ CMDRF-ലേക്ക് സംഭാവന നൽകൂ എന്ന് പറയുന്നത് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്കലാണ്. അപ്പൊ ഇത് ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണോ? കാരണം ഇത് പല മാനങ്ങളുള്ള ഒരു പ്രസ്താവനയാണ്. ഒന്നാമത് ഈ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പകുതി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലൊരു സഹായം ഉണ്ടാകും, അപ്രതീക്ഷിതമായിരുന്നല്ലോ ഇത്ര അധികം പണം കൊടുത്ത് വാങ്ങേണ്ടി വരും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായതും അത് സംസ്ഥാനങ്ങൾക്ക് പിന്തുടരേണ്ടി വന്നതും. അല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം ജനുവരി 2-ാം തീയതി കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ ഹർഷവർദ്ധനെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും വാക്സിൻ ഫ്രീ ആയിട്ട് നൽകും എന്ന രീതിയിൽ അതൊരു ന്യൂസ് ഏജൻസി പറഞ്ഞു. ആ ന്യൂസ് ഏജൻസിയുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും അത് ആ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അന്നേ ദിവസം തന്നെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ തന്നോട് ചോദിച്ചിരിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുകയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്ന് പറയുകയും ചെയ്തു. അതായത് ആദ്യഘട്ടത്തിൽ ഫേസ് 1-ൽ ഡൽഹിയിൽ സൗജന്യമായിട്ട് കോവിഡ് വാക്സിൻ നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും എന്നാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്തു. കാരണം 1-ാം ഘട്ടത്തിൽ കോവിഡിന്റെ മുന്നണി പോരാളികളായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു മേഖലയിലുള്ള ആൾക്കാർക്കും ചേർന്ന് ഏതാണ്ട് 3 കോടിയോളം ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യും, അത് സൗജന്യം എന്ന രീതിയിലുള്ള പദ്ധതി അതുപോലെ നടത്തി. 2-ാമത്തെ ഘട്ടത്തിൽ 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് വാക്സിൻ നൽകും എന്ന പദ്ധതിയും കേന്ദ്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതിപ്പോ 3-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും കേന്ദ്രം പറയുന്നത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും സൗജന്യമായി തന്നെ നൽകുമെന്നാണ്. അതിനുവേണ്ടി ഇവിടെ ആരൊക്കെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ആൾക്കാരിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ 50% ഇപ്പോഴും കേന്ദ്രം തന്നെ വാങ്ങുമെന്നും ബാക്കി 50% മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോളിസിയിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ഇവിടെ ഉള്ള ഒരൊറ്റ കാര്യം, രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് മാനങ്ങളുള്ള ഒരു പ്രസ്താവനയാണ് കേരളം നടത്തിയത് എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞത് ഒരു പ്രീ ഇലക്ഷൻ പ്രോമിസ് ആയിരുന്നു. അപ്പൊ പ്രീ ഇലക്ഷൻ പ്രോമിസ് ആയിരുന്ന സമയത്ത് സൗജന്യമായിട്ടുള്ള വാക്സിൻ ഞങ്ങൾ നൽകും എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് കേന്ദ്രം പണം നൽകണം എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇത് ആൾക്കാരെ ഒന്ന് കജോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൾക്കാരെ ഒന്ന് വൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇലക്ഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. ഇപ്പൊ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട്, പക്ഷെ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം അതിൽ നമ്മൾ നേരത്തെ കാണാതിരുന്ന ഒരു കാര്യം, കേരളത്തിൽ വാക്സിൻ സൗജന്യമായിരിക്കുമെന്ന് ആദ്യം പറയുന്ന സമയത്ത് അത് കേന്ദ്രം സൗജന്യമായി നൽകണം എന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കേന്ദ്രത്തിനുമുടെ ഒരു വിയോജിപ്പ്, ഒരു എതിർപ്പ് പല കാര്യങ്ങളിലും സംസ്ഥാനത്തിനുണ്ട് എന്നും കേന്ദ്രം അത് സൗജന്യമായി തരാനുള്ള പദ്ധതി ഇല്ല എങ്കിൽ പോലും ഞങ്ങളത് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രീ ഇലക്ഷൻ പ്രോമിസ് ആയിരുന്നു. ഇപ്പോഴാണ് പറയുന്നത് അത് കേന്ദ്രം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണം എന്ന് പറയുന്നത്. ഒപ്പം കേന്ദ്രം സൗജന്യമായി നൽകണമെന്ന് പറഞ്ഞത് കൂടാതെ ഇന്ന് ധനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ, CMDRF-ലേക്ക് 800 രൂപ വെച്ച് കൊടുക്കാനായിട്ട് തയ്യാറായി ചില ആൾക്കാർ പണം കൊടുക്കുകയും ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് 25-30 ലക്ഷം രൂപ വരികയും ചെയ്യുന്നപ്പോൾ ഇന്ന് ശ്രീ തോമസ് ഐസക് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യൂ എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 800 രൂപ കൊടുത്ത ആൾക്കാർ വാക്സിൻ വാങ്ങുന്നു. ഇത് പുറത്തായാലും അത് തന്നെയാണ്, കേന്ദ്ര സർക്കാർ പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എവിടെയെങ്കിലും പോയി ഒരു സാധനം പണം കൊടുത്ത് വാങ്ങിയതിന് ശേഷം ഞാൻ ഇതിന് സംഭാവന ചെയ്തു എന്നല്ല പറയുന്നത്, ഞാനിത് പണം കൊടുത്ത് വാങ്ങി എന്നാണ്. അപ്പൊ സൗജന്യമായിട്ട് നൽകുന്നതല്ല, ആൾക്കാരുടെ പണം ഉപയോഗിച്ച് അവർക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം സൗജന്യമല്ല. അതുകൊണ്ടാണ് ഞാൻ രഞ്ജിത്ത് പറഞ്ഞ ഇത് പ്രായോഗികമാണോ എന്നുള്ള ഒരു വശം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാകുന്നത്. ഡോക്ടർ സുരേഷ് കുമാർ, ഇവിടെ ഈ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആൾക്കൂട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. വാക്സിൻ രജിസ്ട്രേഷനുമൊക്കെ ബന്ധപ്പെട്ട് IMAയുടെ പ്രസ്താവനയും ഉണ്ടായിരുന്നു, ഇതൊരു സൂപ്പർ സ്പ്രെഡിന് കാരണമാകും എന്ന രീതിയിൽ. ഇപ്പോൾ പുതിയ പോളിസി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരികയും ആ തരത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ ബേർഡനായി മാറുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്ന ഒരു സംവിധാനങ്ങൾ ഈ വാക്സിൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായും സംസ്ഥാനത്ത് IMA തൃപ്തിപ്പെടുത്തുന്നതാണോ? അതെ, ഇത് വാക്സിനേഷനെ സംബന്ധിച്ച് IMA വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിന്, സെലക്ടഡ് ടാർഗറ്റ് ഗ്രൂപ്പിന് എങ്കിലും, അതായത് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദ്യം കൊടുക്കുകയും മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്കെല്ലാം കവർ ചെയ്യണം എന്ന് വളരെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് സുഗമമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പുതിയതായിട്ട് സർജ് വന്നപ്പോൾ, കേസസ് കൂടിയപ്പോൾ വാക്സിനേഷനെ കുറിച്ചുള്ള അവയർനെസ് ജനങ്ങൾക്ക് കൂടി. മറ്റത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, വളരെ ഈസി മട്ടിലാണ് ആൾക്കാർ ഈ വാക്സിനേഷൻ എടുത്തത്. പല വാക്സിനേഷൻ സെന്റേഴ്സിലും ആൾക്കാർ കുറവായിരുന്നുവെന്നും
പലരും എടുക്കാൻ വിമുഖത കാണിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള അവയർനെസ് ജനറേഷൻ നമ്മൾ നടത്തുകയും പല IMAയുടെ എല്ലാ ബ്രാഞ്ചുകളിലും പല ഡോക്ടർമാരുടെ വേദികളിലും മറ്റു വേദികളിലൊക്കെ ഡോക്ടർമാർ അപ്പിയർ ചെയ്യും. അവര് വാട്സാപ്പ് ഗ്രൂപ്പിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ വാക്സിനേഷന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്ന ക്രൈസിസ് കുറച്ച് മാറി വരികയാണ്. കാരണം ഇപ്പോൾ കുറച്ച് സപ്ലൈ കിട്ടിയിട്ടുണ്ട്, നമുക്ക് താൽക്കാലികമായിട്ട് നിൽക്കാൻ കഴിയും. ഇപ്പൊ ഇതിനകത്തുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രിപ്പയർനെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് നേരത്തെ അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സൗജന്യമായി കൊടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്. ഇത് ഈ BPL ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് അല്ലാത്തവർക്കും ഒരുപോലെ തന്നെ പ്രധാനമുള്ളതാണ് ഈ വാക്സിൻ എന്നും. ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിടിവള്ളിയാണ്. ഇന്നത്തെ ഈ തരംഗത്തിനിടയിൽ, ഇന്നത്തെ ഈ ഓൺസ്ലോട്ടിനിടയിൽ നമ്മളൊരു പിടിവള്ളി തന്നെയാണ് ഇത് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ വാക്സിന്റെ എഫക്റ്റ് പ്രത്യക്ഷത്തിൽ ഉടനെ വരികയില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സോഷ്യൽ വാക്സിൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസിങ്ങും മാസ്ക് ധാരണവും കൈകഴുകലും പരിസര ശുചീകരണവും ഒക്കെ തുടരുകയും ഈ വാക്സിനേഷൻ കഴിഞ്ഞാലും തുടരുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നുള്ളത് ഇപ്പോ ഈ പാൻഡമിക് മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഈ അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ആശുപത്രിയുടെ ക്രൈസിസ് നിന്ന് നമ്മളെ കരകയറ്റുമെന്ന് ഇരിക്കുന്നില്ല. അത് ലോങ് ടേം പ്ലാൻ ആണ്. നമ്മളത് 2 മാസം കഴിഞ്ഞാലേ ഈ ആവശ്യത്തിനുള്ള ഇമ്മ്യൂണിറ്റി ആൾക്കാർക്ക് വരുള്ളൂ. അത് പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവരും വാക്സിനേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ഒരു ലോജിസ്റ്റിക്സ് വർക്ക് ഔട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വാക്സിനേഷൻ. അപ്പോൾ ഡോക്ടർ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വാക്സിൻ വരും, ഈ രോഗത്തിന് അത് വലിയൊരു ഫലപ്രദമാകും എന്നൊക്കെ രീതിയിലുള്ള പ്രചരണം അത് വല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു ഈ രണ്ടാം തരംഗത്തിന് മുൻപ്. അതുകൊണ്ട് തന്നെ ജനവും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ സംവിധാനം അടക്കം അതിൻ്റെ ഒരു അലംഭാവം കാട്ടിയതിൻ്റെ ഭാഗമാണ് ഇത്രയധികം കേസുകൾ ഇപ്പോൾ കൂടുകയും രണ്ടാം തരംഗം ഇത്ര തീവ്രമാവുകയും ചെയ്തത് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പല കോണുകളിൽ നിന്നുമുണ്ട്. അല്ല, അത് വാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം അതിൽ ഉദിക്കുന്നില്ല. കാരണം വെച്ചാൽ വാക്സിന്റെ തന്നെ നമ്മൾ 2 months കഴിയുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയത് 2-3 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെങ്കിലും അതിന്റെ കവറേജ് സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല തുടക്കത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ എത്രത്തോളം കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്ന് വാക്സിൻ എടുക്കാൻ ആയിരുന്നുവെങ്കിൽ കൂടുതൽ വാക്സിൻസ് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയും അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തലിന്റെ ഒരു രീതിയിലോട്ട് പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറ്റപ്പെടുത്തുകയുള്ളതെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം കൊണ്ട് നമ്മൾ പറയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഗവൺമെന്റിന്റെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ അജണ്ട ഒന്നേ ഉള്ളൂ, കോവിഡിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുത്തുക. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പൊ കാശ് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുമാത്രം കാശ് അല്ലാതെ കണ്ട് ഇപ്പൊ ചെലവഴിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് ചെലവഴിക്കും. ഇപ്പൊ നമ്മളൊക്കെ പത്രം വായിക്കുന്നുണ്ട്, അപ്പോ മീഡിയയിലൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാല് ഇത്തരം കാര്യങ്ങളില് 400 രൂപയൊന്നും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയൊന്നുമല്ല. ഒന്ന് മുടക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്താ കാര്യങ്ങൾക്ക് താങ്കൾ പറയുന്ന ഓരോ ദിവസവും ഇങ്ങനെ പണം മുടക്കുന്നുണ്ട്. അല്ല, അത് പലരും കളിയാക്കി പറയാറുണ്ട്. ബാറിൽ നിന്ന് 400 രൂപ ഒരു പ്രശ്നമല്ല. നമ്മുടെ ഇവിടെ ഈ 65,000 കോടി, എനിക്ക് കണക്ക് ശരിയാണെന്ന് ശ്രീസ് പണിക്കരാണ് പറയുന്നത്, 65,000 കോടിയാണ് ബിവറേജസിന്റെ കഴിഞ്ഞ കൊല്ലത്തെ വരുമാനം എന്ന് പറയുന്നത്. ഈ 65,000 കോടി സംഭാവന ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്, നമ്മുടെ കക്ഷികളാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊരു വലിയൊരു പ്രശ്നമല്ല തന്നെ. അത് താങ്കളുടെ രഞ്ജിത്തിന്റെ വാദത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അതേസമയം അല്ലാത്ത ആൾക്കാരുണ്ട്, നിസ്സഹായരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയും നമ്മൾ മറന്നുകൂടാ. അപ്പൊ അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരെയും നമ്മളെ ഇൻക്ലൂസീവായിട്ട്, അതായത് ഞാൻ ഒരു കാര്യം പറയാം, നമ്മള് ഈ ലോകത്ത് ഈ പാൻഡമിക് എന്ന് പറഞ്ഞ എല്ലാ ഭൂഖണ്ഡത്തിലും ബാധിച്ച ഒരു കാര്യമാണ്. അതിൽ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ ഇപ്പോഴും അത് നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ത്രെട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ സ്ഥിതി നല്ലതാണ്, തമിഴ്നാട്ടിൽ മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഉപഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ കുറഞ്ഞു വന്ന്
കാരണം നമുക്കറിയാം ചൈനയിൽ നിന്ന് ഒറ്റ വൈറസിൽ നിന്ന് തുടങ്ങിയ സംഭവമാണിത്. അപ്പോ ഇത് പകരാമെങ്കിൽ, ഇത് ഇതുവരെ എത്താമെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഇത് അവസാനിപ്പിച്ചാലേ നമുക്കും സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും, സമൂഹം ഒന്നടങ്കം, ഈ പ്രതിരോധ നടപടികളിലായാലും വാക്സിനേഷന്റെ കാര്യത്തിലായാലും അഡ്മിഷന്റെ കാര്യത്തിലായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ICU ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും നമ്മൾ ഒരു പോസിറ്റീവായിട്ടൊരു നിലപാട് സ്വീകരിച്ചേ പറ്റും. തീർച്ചയായും. ഡോക്ടർ പ്രവീൺ, ഇപ്പോൾ ഉണ്ടായ ഒരു വിമർശനം ഈ പറഞ്ഞതുപോലെ ശ്രീ ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ ഇത് ഒരു രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലായാൽ പോലും ഒരു രീതിയിൽ കാണണം. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാതെ ഒരേ തരത്തിൽ ഈ രോഗത്തെ കണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ, ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായ ഓക്സിജനുമായി ബന്ധപ്പെട്ടായാലും വാക്സിനുമായി ബന്ധപ്പെട്ടായാലും ഒക്കെയുള്ള പരസ്പര മത്സരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഒരു വിമർശനം എന്ന രീതിയിലല്ല, ആരോഗ്യപരമായ വിമർശനം എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ സംസ്ഥാനങ്ങളൊക്കെ സഹകരിച്ച് കേന്ദ്ര സർക്കാരും അതിനെ ആ തരത്തിൽ കൈകാര്യം ചെയ്ത് ഇതൊരു പൊതുവായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ ആശാസ്യം? തീർച്ചയായും ഇത് എല്ലാവരുടെയും സഹകരണത്തോട്, ഡോക്ടർ പറഞ്ഞ വളരെ കൃത്യമാണ്, എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇതിന്റെ കോവിഡിന്റെ ഫസ്റ്റ് പീക്ക് തന്നെ നോക്കി നമുക്ക് മനസ്സിലാവാം. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ബാധിച്ചിരിക്കുന്ന 10ഓളം സംസ്ഥാനങ്ങളിൽ പല സമയത്താണ് അവിടെ പീക്ക് ഉണ്ടാവുന്നത്. മഹാരാഷ്ട്രയിൽ ആരംഭിച്ച് ഡൽഹിയിലേക്ക് വന്ന് അതിനുശേഷം തെക്കൻ സംസ്ഥാനങ്ങളെ ബാധിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ ബംഗാൾ, ഒറീസ പോലെയുള്ള പോലെയുള്ള ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേജിലായിട്ടാണ് ഈ പാൻഡമിക് അതിന്റെ പീക്കിലേക്ക് ഫസ്റ്റ് വേവിലെത്തിയത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വേവിലും നമുക്ക് അത്തരത്തിൽ തന്നെയുള്ള ഒരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു സംഭവം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ ഡൽഹിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മറ്റു പല സംസ്ഥാനങ്ങൾക്കും വരാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പല മോഡലിംഗ് സ്റ്റഡീസും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒക്കെ പല സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വരാവുന്നേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും പറ്റിയ മിസ്റ്റേക്കുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയാണ് വേണ്ടത്. നേരത്തെ വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് പൈസ മുടക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവാദത്തിലേക്കൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാക്സിന്റെ വിതരണത്തിൽ പോലും നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി വേണം. അപ്പൊ നമ്മൾ ഈ മെയ് 1 മുതൽ എല്ലാ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ പോയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വാക്സിൻ എടുത്ത ആൾക്കാർക്ക് സെക്കൻഡ് ഡോസ് കിട്ടുന്നുണ്ടോ? ഈ പറയുന്ന ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക്, 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വാക്സിൻ, ഈ പറയുന്ന വാക്സിൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫാമിലീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പല സോഷ്യൽ സെക്യൂരിറ്റി മെക്കാനിസത്തിലൂടെ നമ്മൾ അത്തരം ഫാമിലീസിനൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഇപ്പൊ 4 വീട്ടില് വാക്സിൻ എടുക്കണമെങ്കിൽ അത്രയും രൂപ വേണ്ടി വരും എന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമുക്ക് അത് സബ്സിഡൈസ് ചെയ്യാനോ അത് കൊടുക്കാനോ ഒക്കെ അത്തരത്തിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് സബ്സിഡൈസ് ചെയ്യാനൊക്കെയുള്ള സംവിധാനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ നമുക്കത് പരസ്പരം സഹായിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി വാക്സിൻ കൊടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കുന്നത് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുക, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുക, അതിൽ തന്നെ അസുഖമുള്ള ആൾക്കാർക്ക് കൊടുക്കുക, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കൃത്യമായ സയന്റിഫിക് എവിഡൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പ്രയോറിറ്റി കൃത്യമായി അതേപോലെ തന്നെ ഈ കോവിഡിന്റെ 2ാം വേവ് വരാൻ സാധ്യതയുള്ള വലിയ രീതിയിൽ വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളെയും കൂടി പ്രയോറിറ്റൈസ് ചെയ്തു, അത്ര ഏരിയകളെ പ്രയോറിറ്റൈസ് ചെയ്തു. നമുക്കറിയാം അതിന്റെ കണ്ടെയ്ൻമെന്റ് സോണുകളും ഇതിന്റെ ഉത്ഭവ സ്ഥാനങ്ങളായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ അത്തരം ഏരിയകളെ കണ്ടെടുത്തി മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ട് വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രത്തോടെ നമ്മൾ പോകണം. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ വാക്സിനേഷൻ ഈ ഒരു സമയത്ത് അത്ര തീവ്രമായി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ചെയ്യേണ്ട പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്യാനുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് നമുക്ക് വാക്സിനേഷൻ. തീർച്ചയായിട്ടും ശ്രീജിത്ത്, ഇത് നമ്മൾ ഈ പറഞ്ഞു വെച്ച് ചർച്ച അവസാനം എത്തിച്ചേരുന്നത് ഈ ഒരു ദേശീയ നയം ഈ വിഷയത്തിൽ വേണം. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ഈ ഒരു പാൻഡമിക്കിനെ സുനാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2ാം തരംഗത്തെ പ്രതിരോധിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ. അതിനൊരു ഇനിഷ്യേറ്റീവ് കേന്ദ്ര സർക്കാർ എടുക്കണം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അല്ല, തീർച്ചയായും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച്, ഞാൻ നേരത്തെ തുടക്കത്തിലൊന്ന് ഭാഗികമായിട്ട് അത് സൂചിപ്പിച്ചു, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത്
ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സംസ്ഥാന വിഷയമാണ്, അതൊരു കേന്ദ്ര വിഷയമല്ല. അപ്പോൾ കേന്ദ്രത്തിന് ഒരു നയമുണ്ട് എങ്കിലും സംസ്ഥാനത്തിന് ആ വിഷയത്തിലുള്ള ഒരു അവരുടെ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പല രീതികളിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല തീരുമാനങ്ങളും പല സംസ്ഥാനങ്ങളും എടുക്കുന്നത്. ലോക്ക്ഡൌൺ പോലും ആരോഗ്യപരമായ കാരണങ്ങളാൽ വരുന്ന ഒരു ലോക്ക്ഡൌൺ പോലും പല സംസ്ഥാനങ്ങളും പല രീതിയിൽ തുടരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ട്രാവലിനെ പറ്റി ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും സംസ്ഥാനങ്ങൾ അതിൽ ഓൾട്ടറേഷൻസ് വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ തന്നെ കണ്ടതാണല്ലോ ഈ അതിർത്തികളൊക്കെ അടയ്ക്കുന്നതും മണ്ണിട്ട് റോഡുകൾ തടയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാക്സിനേഷനെ സംബന്ധിച്ചെങ്കിലും കേന്ദ്രം ഇനിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കാരണം ഇത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ വേറെയാണ് എന്ന് നമുക്കറിയാം, അതുകൊണ്ട് സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള വാക്സിനേഷൻ ഡ്രൈവുകളുമായി ബന്ധപ്പെട്ട് പാൻഡമിക്കിനെ ഫേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുക. പക്ഷെ അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈൻസിനെ എല്ലാ സംസ്ഥാനങ്ങളും അത് കൃത്യമായി പിന്തുടരുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മളിപ്പോൾ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ പറ്റി നമ്മൾ വളരെ കാര്യമായിട്ട് പ്രിപ്പയർഡ്നെസ്സിനെ പറ്റി പറയുന്നു. പക്ഷെ അതേ സമയത്ത് പ്രിപ്പയർഡ്നെസ്സിനെ പറ്റി പറയുമ്പോൾ ഞാനിവിടെ നേരത്തെ April 16 ഹോം സെക്രട്ടറിയുടെ ഒരു ഓർഡറിനെ പറ്റി പറഞ്ഞു. അതിനും വളരെ മുമ്പ് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അത് 2020 സെപ്റ്റംബർ 25 എത്രയോ മാസങ്ങൾക്ക് മുൻപാണ് എന്ന് ഓർക്കണം. അന്ന് വന്നിരിക്കുന്നതിനകത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നു, അത് ഇറക്കിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അവരതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നു, നമ്മുടെ പ്രതിദിന ഉപഭോഗം എന്ന് പറയുന്നത് 780 MT പെർ ഡേ ആണ് ഓക്സിജന്റേത് വരുന്നത്. അത് ഇപ്പോ കോവിഡിന്റെ സാഹചര്യത്തിൽ അതിന്റെ 4 ഇരട്ടിയിലേക്ക് വന്നിരിക്കുന്നു. 2800 മെട്രിക് ടൺ പ്രതിദിന ഉപഭോഗത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതനുസരിച്ച് മെഷർമെന്റ് എങ്ങനെ എടുക്കണം. ഞാൻ നേരത്തെ ഈ April 16 ഹോം സെക്രട്ടറിയുടെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ഒരു EP2 എംപവേർഡ് ഗ്രൂപ്പ് 2 ഉണ്ട്. ആ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു. ആ ഗ്രൂപ്പിനെ പറ്റി അവരുടെ ചുമതലകൾ എന്താണ്, വാക്സിന്റെ ലഭ്യത ഉറപ്പാക്കാൻ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു പ്രിപ്പയർനെസ്സോട് കൂടി തന്നെ കേന്ദ്രം ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി സംസ്ഥാനങ്ങളെ അറിയിക്കുകയും പ്രത്യേകമായിട്ട് ചീഫ് സെക്രട്ടറിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ പോലും സംസ്ഥാനങ്ങൾ അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ആരോഗ്യ വിഷയമായതിന്റെ പേരിൽ അവരെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ നോക്കൂ, എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് 20 ഏതാനും 3 ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു ഓർഡറാണ്. ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത് ചെയർമാൻ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൊല്ലം, അതായത് കൊല്ലത്തെ കളക്ടറാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ വായിച്ചല്ലോ, വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇന്റർ സ്റ്റേറ്റ് ട്രാവൽ എന്ന് പറഞ്ഞതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ സെപ്റ്റംബർ 25 ഇറക്കിയിരിക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ലിക്വിഡ് ഫോമിലുള്ള മെഡിക്കൽ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സീലിംഗ് എത്ര പൈസയാണ്, എത്ര രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്, അതല്ലാത്ത ഓക്സിജൻ സിലിണ്ടറിന് എത്രയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ പറയുകയാണ് ഇവിടെ കൊല്ലത്തുള്ള വ്യാപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്, അതുകൊണ്ട് അബ്ദുൽ നാസർ ബി IAS എന്ന ഞാൻ എനിക്കുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിന്ന് വരുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൊല്ലത്തിലേക്ക് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ദസ് അലോട്ടഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ സപ്ലൈങ് ഓഫ് ഓക്സിജൻ ടു ദ ഹോസ്പിറ്റൽസ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ശ്രീധ, ഈ ഇലക്ഷന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബഹളം കഴിഞ്ഞപ്പോഴേക്കും ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് ഈ സംവിധാനങ്ങൾ എത്തി, അതിന്റെ ഭാഗമായ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വിമർശനം. അതുകൊണ്ടാണ് ഇത്ര വിചിത്രമായ, കാസർഗോഡ് ജില്ലയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇന്ന് മലപ്പുറത്തും വലിയ പ്രതിഷേധം നടക്കുകയാണ് കളക്ടറുടെ ഉത്തരവിനെതിരെ ആരാധനാലയങ്ങളിലുള്ള അടക്കം. അത് സംഭവിച്ചത് അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. അല്ല രഞ്ജിത്ത്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നോക്കൂ, ഒറീസ മുഖ്യമന്ത്രി ശ്രീ നവീൻ പട്നായിക് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ, വളരെ കൃത്യമായിട്ട് ഈ ചർച്ചയിലുള്ള ഒരു പൊതു അഭിപ്രായം എന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞ അതേ കാര്യം, ഇത് ഫോൾട്ട് ഫൈൻഡിങ്ങിനുള്ള സമയമല്ല. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം സംസ്ഥാനങ്ങളുടെയോ കേന്ദ്രത്തിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെന്താണെന്ന് ഡിസ്കസ് ചെയ്ത് അത് തിരുത്തി ജനങ്ങളുടെ ആരോഗ്യത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള നയവുമായി മുന്നോട്ട് പോകണം. ഇതേ കാര്യം തന്നെ ഇന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന സമയത്ത് പോലും യോജിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പിന്തുണ നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ നവീൻ പട്നായിക്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളുടെ ഭാഗത്ത്, അതായത് ഒറീസയിലുള്ള ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് ഞങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ളിടത്തേക്ക് അൺഇന്റർപ്റ്റഡ് ആയിട്ട് തരാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറയുന്നു. ഇതേ തീരുമാനം
ഇതേ തീരുമാനം ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ഇതുപോലെ ജില്ലാ ഭരണാധികാരികളും എല്ലാവരും ചേർന്ന് എടുക്കുകയാണ് എങ്കിൽ ഇതിനെ ഒത്തൊരുമിച്ച് നമുക്ക് നേരിടാനും പരാജയപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ് എന്റെ ഒരു ശുഭാപ്തി. തീർച്ചയായും വളരെ നന്ദി പ്രധാനപ്പെട്ട അതിഥികൾക്ക്. ഏതായാലും ഈ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു കുറ്റപ്പെടുത്തലിന്റെ സമയമല്ല, പാളിച്ചകൾ ഉണ്ടായി കാണും, ആരോഗ്യപരമായ വിമർശനം ആകാം വിഷയത്തിൽ. ഈ മഹാമാരിക്ക് മുന്നിൽ നമ്മൾക്ക് മുട്ടുമടക്കാനാവില്ല, പോരാടേണ്ടതുണ്ട്, കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ശ്രീജിത്ത് പണിക്കർ വളരെയധികം നന്ദി. ഒപ്പം ശ്രീ ഡോക്ടർ സുരേഷ് കുമാർ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത് വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഡോക്ടർ പ്രവീൺ പ്രദീപ് താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.